ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 ഏപ്രിലിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് എല്ലാവരും ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ദുബായിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ 3ാം കിരീടമാണിത്. അപ്പോൾ 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്ക്. ഫൈനലിൽ കേരളത്തിനെതിരെ 1ാം ഇന്നിംഗ്സിൽ നേടിയ 37 റൺസിൻ്റെ ലീഡിലാണ് വിദർഭ ജേതാക്കളായത്. ഇത്തവണ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യശ് റാത്തോഡും 960 റൺസ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷ ദുബെയുമാണ്, 69 വിക്കറ്റ്. അപ്പോൾ രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്ക്. ഫൈനലിൽ കേരളത്തിനെതിരെ 1ാം ഇന്നിംഗ്സിൽ നേടിയ 37 റൺസിൻ്റെ ലീഡിലാണ് വിദർഭ ജേതാക്കളായത്. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യാഷ് റാത്തോഡും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷ ദുബെയുമാണ്. ഓക്കെ, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 274 ഉപഗ്രഹങ്ങളുള്ള ശനിയാണ് സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം. അപ്പോൾ പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ IOCയുടെ അധ്യക്ഷയായി ക്രിസ്റ്റി കവൻട്രി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ആളുമാണ് കവൻട്രി. അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ IOCയുടെ അധ്യക്ഷ ക്രിസ്റ്റി കവൻട്രി. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ 118ാം സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 118. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് കൊച്ചിയിൽ. മനു ഭാക്കർ BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടു. മനു ഭാക്കർ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടു. ഓസ്കാർ പുരസ്കാര ജേതാവായ ഹോളിവുഡ് നടൻ ജീൻ ഹാക്ക്മാൻ അന്തരിച്ചു. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു. വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായിരുന്ന ബോറിസ് സ്പാക്കി അന്തരിച്ചു. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാനമായ ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യയിലെ റിയാദാണ് 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത്. സൗദി അറേബ്യയിലെ റിയാദാണ് 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത്. ഹണി ബെഞ്ചമിൻ കൊല്ലം കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർമാനായി തുഹിൻ കാന്ത പാണ്ഡെയെ നിയമിച്ചു. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡ. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെ തിരഞ്ഞെടുത്തു. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഡോക്ടർ M ലീലാവതിക്ക്. 55,555 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം
ഡോക്ടർ എം ലീലാവതിക്ക്. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായി. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായി. സ്വീഡന്റെ അർമാൻഡ് ഡ്യൂപ്ലാന്റിസിസ് പോൾ വോൾട്ടിൽ 11ാം തവണയും ലോക റെക്കോർഡ്. സ്വീഡന്റെ അർമാൻഡ് ഡ്യൂപ്ലാസിസിന് പോൾ വോൾട്ടിൽ 11ാം തവണയും ലോക റെക്കോർഡ്. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും നവരത്ന പദവി. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും നവരത്ന പദവി. കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച് തൃപ്പങ്ങോട് മലപ്പുറം പഞ്ചായത്ത്. കേന്ദ്ര ലോ സെക്രട്ടറിയായി അഞ്ജു രതി റാണയെ നിയമിച്ചു. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയാണവർ. കേന്ദ്ര ലോ സെക്രട്ടറിയായി അഞ്ജു രതി റാണയെ നിയമിച്ചു. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയാണ് അവർ. സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നു അസം. സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നു അസം. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാം വാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാം വാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക്. പ്രണവ് വെങ്കടേഷാണ് ഫിഡെ അണ്ടർ-20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത്. ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക്. പ്രണവ് വെങ്കടേഷാണ് ഫിഡെ അണ്ടർ-20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത്. 59ാം ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ് ശുക്ല. 11 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 59ാം ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ് ശുക്ല. 11 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആകാശഗംഗകളെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് സ്ഫിയറക്സ് എന്ന ദൂരദർശിനി വിക്ഷേപിച്ച് നാസ. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ കേരളം ജേതാക്കളായി. മധ്യപ്രദേശിലെ മാധവ് ദേശീയ ഉദ്യാനത്തെ ഇന്ത്യയുടെ 58ാം കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലെ മാധവ് ദേശീയ ഉദ്യാനത്തെ ഇന്ത്യയുടെ 58ാം കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചു. മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റു. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി. UK-യിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തെലുങ്കു നടൻ ചിരഞ്ജീവിക്ക്. 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം MK സാനുവിനും MK മുകുന്ദനും. കേരളത്തിലെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ തിരുവനന്തപുരത്ത് സ്ഥാപിതമായി. സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിൻ്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5 ആണ്. ഝാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ എന്നീ 5 രാജ്യങ്ങളാണ് 1 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങളിൽ. അജയ് സേത്തിനെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിച്ചു. അജയ് സേത്തിനെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിച്ചു. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് ഇംഗ്ലണ്ട് വേദിയാകും. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് ഇംഗ്ലണ്ട് വേദിയാകും. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ
അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.